ഓരോരുത്തരും കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിലമ്പൂരിൽ വിജയപ്രതീക്ഷയിൽ UDF. വഴിക്കടവ്, മൂത്തേടം, എടക്കര പഞ്ചായത്തുകളിൽ വലിയ ലീഡുണ്ടാകുമെന്ന് വിലയിരുത്തൽ. മൃഗീയ ലീഡിൽ വിജയിക്കുമെന്ന് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് പറഞ്ഞു. മുബഷിഫി അക്ബർ നമുക്കൊപ്പം ചേരുന്നു. മുബഷിഫി അക്ബർ, UDF ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടായിട്ടുണ്ട്. ആര്യാടൻ ഷൌക്കത്തിന് അനുകൂലമായി വൻ പോളിംഗ് നടന്നിട്ടുണ്ട് എന്ന ഒരു കണക്കുകൂട്ടലിലേക്ക് എത്തുകയാണോ? എങ്ങനെയാണ് അവരുടെ ബൂത്ത് തിരിച്ചുള്ള കണക്കുകൂട്ടലുകൾക്കൊടുവിലെ ഇപ്പോഴത്തെ ചിത്രം? സുജയപാർവതി, താഴെത്തട്ടിലുൾപ്പെടെ ഉണ്ടായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം അത് UDF-ന് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് അവരുടെ വിലയിരുത്തൽ. നിലവിലെ സാഹചര്യത്തിൽ 11,500 12,000-ന് അടുത്തുള്ള ഒരു ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് തന്നെയാണ് UDF ക്യാമ്പുകൾ അവകാശപ്പെടുന്നത്. അതിൽ പഞ്ചായത്തുകൾ തിരിച്ചു നോക്കുമ്പോൾ വഴിക്കടവ് പഞ്ചായത്തിൽ നിന്ന് തന്നെയാകും ഏറ്റവും അധികം ഭൂരിപക്ഷം ലഭിക്കുക എന്നുള്ളത് തന്നെയാണ് UDF അവകാശവാദമായി ഉന്നയിക്കുന്നത്. വഴിക്കടവ് പഞ്ചായത്തിലായിരുന്നു ഏറ്റവും അധികം ബൂത്തുകൾ ഉണ്ടായിരുന്നത്. നിലവിൽ ഭരണസമിതിയും വഴിക്കടവ് പഞ്ചായത്ത് UDF തന്നെയാണ് ഉള്ളത്. സ്വാഭാവികമായിട്ടും ഏറ്റവും അധികം ജനസംഖ്യയുള്ള പഞ്ചായത്ത് കൂടിയായതുകൊണ്ട് ഒന്നാം ബൂത്ത് മുതൽ എണ്ണിത്തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ 2 റൗണ്ട് പൂർത്തിയാകുമ്പോൾ തന്നെ UDF-ന് മേൽക്കോയ്മ ഉണ്ടാകുമെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. വഴിക്കടവ് പഞ്ചായത്ത് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തുള്ള എടക്കര പഞ്ചായത്തിലും UDF-ന് ലീഡ് ഉണ്ടാകുമെന്ന് അവർ കണക്ക് കൂട്ടുന്നുണ്ട്. ഇപ്പോൾ LDF-ന്റെ കണക്കുകൾ പുറത്തു വന്നൊരു സാഹചര്യത്തിൽ അത് പരിശോധിക്കുമ്പോഴും വഴിക്കടവിലും എടക്കരയിലും അതുപോലെ തന്നെ മൂത്തേടത്തും UDF-ന് നേരിയ ലീഡ് ഉണ്ടാകുമെന്ന് LDF-ന്റെ കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അത് UDF-ലേക്ക് എത്തുമ്പോൾ നേരിയ ലീഡല്ല, മറിച്ച് മൃഗീയ ലീഡ് ഉണ്ടാകും തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. വഴിക്കടവിലാണെങ്കിൽ അത് 2,000-നോ 3,000-നോ മുകളിൽ പോകാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം പന്നിക്കണി പോലെയുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. 15 വയസ്സുള്ള അനന്തകൃഷ്ണൻ മരിച്ചതുൾപ്പെടെ അത് വലിയ വിവാദമായൊരു പശ്ചാത്തലത്തിൽ കർഷകരുടെ ജനരോഷം ഉൾപ്പെടെ ആ ഒരു മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. അത് സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയാകും, UDF-ന് ഗുണം ചെയ്യും എന്നുള്ളതാണ് അവിടെ UDF കണക്ക് കൂട്ടുന്നത്. സ്വാഭാവികമായിട്ടും വഴിക്കടവ് പഞ്ചായത്ത് ലീഗ് വോട്ടുകളും വലിയ തോതിലുണ്ട്. അതുൾപ്പെടെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ മരുത പോലെയുള്ള നാരേക്കാവ് പോലെയുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചത് മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ ഏകീകരിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. UDF-ന് വലിയ ലീഡ് വഴിക്കടവ് പഞ്ചായത്തിൽ കിട്ടുമെന്ന് അവർ പറയുന്നുണ്ട്. തൊട്ടിപ്പുറത്തെ എടക്കരയിലേക്ക് എത്തുന്ന സാഹചര്യത്തിലും 2,000-നടുത്തുള്ള ഒരു ലീഡ് എടക്കര പഞ്ചായത്തിൽ UDF-ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് അവർ അവകാശപ്പെടുന്നത്. ബൂത്തുകളിൽ നിന്ന് ലഭിക്കുന്ന കണക്കുകൾ പരിശോധിക്കുമ്പോൾ എങ്ങനെയായാലും എല്ലാ പഞ്ചായത്തുകളും ലീഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വഴിക്കടവും മൂത്തേടമൊക്കെ നല്ല മൃഗീയമായ ലീഡ്. എന്തായാലും തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ചരിത്ര ഭൂരിപക്ഷത്തിന് ജയിക്കാനുള്ള എല്ലാ റിപ്പോർട്ടുകളുമാണ് ബൂത്തുകളിൽ നിന്ന് ലഭിക്കുന്നത്. എല്ലായിടത്തും ലീഡ് ചെയ്യും. ആ ലീഡുകളൊക്കെ പരിശോധിക്കുമ്പോൾ നമ്മളൊരു നല്ല ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ നടന്ന ഏറ്റവും നല്ല ഭൂരിപക്ഷം നമുക്ക് നിലമ്പൂർ ലഭിക്കാനുള്ള എല്ലാ റിപ്പോർട്ടുകളുമാണ് ബൂത്തുകളിൽ നിന്ന് വരുന്നത്.